തോട്ടത്തിലൊക്കെ പുല്ല. പോയി വന്നപ്പോഴേക്കേ ഇതൊന്നും ശരിയാക്കാൻ ഇത് ആള് കിട്ടിയിട്ടില്ല. മാങ്ങയും തേങ്ങയൊക്കെ കഴിഞ്ഞു. ചക്ക ഉണ്ട് ഇഷ്ടം പോലെ, പക്ഷെ ഇടാൻ പറ്റില്ല, അത്ര ഹൈറ്റില്ല. നേരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയി പോകണ്ടേ, കയറാൻ പറ്റില്ല ആൾക്കാർക്ക്. എന്താ ചേനയുടെ? ഇതാണ് ചേനയുടെ മറുതണ്ട് എന്ന് പറയട്ടെ. ചേനയുടെ വേറെ അതിന് വേറൊരു ഇത് ഉണ്ടായതാണ്. അപ്പൊ ഇത് നമുക്ക് ആവണേ ഉള്ളൂ. ഇങ്ങനെ പാടുള്ളതുണ്ടോ, ഇങ്ങനെ കൂമ്പി. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഇല എടുക്കാം, തണ്ടും എടുക്കാം. പിന്നെ ഇതെന്താന്ന് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ. ഇതാണ് വെള്ളിലത്താളി. ഇതാണ് ഷാമ്പൂവിനേക്കാളൊക്കെ ഏറ്റവും നാച്ചുറലായ ഷാമ്പൂ ആണ് കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. വെള്ളിലത്താളിയാണ് ഏറ്റവും അതെ, തലമുടി വളരാനും ഒക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ്. ചേന മുളച്ചിങ്ങനെ പൊങ്ങണല്ലേ, ഈ മഴ ചാരിയപ്പോ വിടർന്നേ ഉള്ളൂ. ഒരു ചേനപ്പൂ ഉണ്ടായിട്ടോ 2-3 പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കൂടി കഴിഞ്ഞാൽ തണ്ടുകളുണ്ടാവും. അതൊന്ന് മണ്ണിട്ട് മൂടിയല്ലേ. അപ്പൊ ഈ കാലത്താണ് നമുക്ക് ഇങ്ങനത്തെ ഇലക്കറികളൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു ഉപ്പേരി ഉണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇവിടെ ഉള്ളത് ഇതാ 5-6 പ്രാവശ്യം ഉണ്ടാവാറുണ്ട് പ്രാവശ്യം. ഈ വേനൽക്കാലത്ത് അധികം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതത് 4ാമത്തെ പ്രാവശ്യമായിട്ടോ ഞാൻ പൊട്ടിക്കുന്നത്. ഇതെന്റെ ഈ പ്രാന്ത് പിടിച്ചു എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണ് ഇതിന് പ്രാവശ്യം. അപ്പൊ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാം. ഇത് ഞാൻ കൊറേ ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ, മുകളിലേക്ക് കണ്ടു. എത്രയാ ഉണ്ടായിരിക്കണറിയോ. അതെ, ആർക്കും ആവശ്യമില്ലാത്തൊരു സാധനം. പക്ഷെ ഇത് അച്ചാറുണ്ടാക്കിയ നല്ല സ്വാദാണ്. കൂട്ടാനിലൂടെ ഇത് മതി, ഇതന്നെ അധികമാവും. രാവിലെ മീനിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് വളർത്തണല്ലേ? അതെ. എന്താ മീൻ കൊണ്ട്? പിന്നെ കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് മേടിച്ച മത്സ്യങ്ങൾ കേട്ടോ. ഇത് എന്താ പറയുക, കുറച്ച് അയിലുണ്ട്, ഒരു 3 കരിമീൻ അല്ല, ഇത് ഒറിജിനല് കായലിൽ കിട്ടുന്ന മീനാണ്. അപ്പൊ ഇതൊന്ന് ഞാൻ വറുക്കാൻ വേണ്ടി പരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും പുളി അല്ലെങ്കിൽ കൊടംപുളിയൊക്കെ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പൊ ഞാൻ ഇപ്രാവശ്യം ഈ ഇരുമ്പാമ്പുളി വെച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊരു പുളി തന്നെയാണല്ലോ. അപ്പോൾ ഇരുമ്പാമ്പുളി ഇട്ടിട്ട് ആണ് ഞാൻ അയിലക്കൂട്ടാൻ വെക്കുന്നത്. അപ്പൊ ഇരുമ്പാമ്പുളി ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ നീളത്തിൽ നുറുക്കിയിട്ടുണ്ട്. ഇതിപ്പോ നമുക്ക് എത്ര മീനുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കണം. ഇത് ഞാനിപ്പോ ഒരു 4 അയിലുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഇരുമ്പാമ്പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് വെള്ളം പാർന്നിട്ടൊന്ന് വേവിക്കണം. അപ്പൊ അതൊന്ന് വെള്ളം പാർന്ന് വേവിക്കട്ടെ കേട്ടോ. നന്നായി വേവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഇതിന്റെ അരപ്പ് തയ്യാറാക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം, ഒരു അരമുറിയുടെ പകുതിയേ ഉള്ളൂ കേട്ടോ, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരയ്ക്കണം. പിന്നെ കുറച്ച് എല്ലാം ഇതിൽ തന്നെ, പൊടികളെല്ലാം ഞാൻ ഇതിലിട്ടിട്ട് അരയ്ക്കണം കേട്ടോ. അപ്പൊ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക. അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇരുമ്പാമ്പുളി വെന്തോന്ന് നോക്കാം. ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് പാരാൻ പോവാണ്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടില്ലേ, അതുകൊണ്ട് ഉപ്പിടട്ടെ. ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോഴേ ഞാൻ മത്സ്യം ഇടുന്നുള്ളൂ. അപ്പൊ അരപ്പ് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അയില ഇട്ട് കൊടുക്കണേ. അതൊന്ന് ഇരുന്ന് തിളക്കട്ടെ. ഇതിപ്പോ നല്ല തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മള് കൊടംപുളിയും മറ്റേ വാളംപുളിയൊക്കെ ഇട്ട മാതിരി ഇങ്ങനെ പുളി അങ്ങനെ മുന്തി നിൽക്കില്ല.
പക്ഷെ ചെറുതാ വേറൊരു ടേസ്റ്റ്. പുളി ഉണ്ടേനി, അങ്ങനെയാണ് ഇതിന്റെ ഈ എന്താണ് ഇരുമ്പാമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നുള്ള ടേസ്റ്റ്. അപ്പൊ ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ ചെറിയ ഉള്ളിയാണ് വറുത്തിടുന്നത്. അപ്പൊ ചെറിയ ഉള്ളി വറുത്തിടട്ടെ കേട്ടോ. വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തിടുന്നത്. അത് മത്സ്യത്തിനൊക്കെ അതല്ലേ സ്വാദം. അപ്പൊ വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി നന്നായി ഒന്ന് മൂക്കണം. ഉള്ളി മൂത്ത് കിട്ടും. ഇനി ഞാൻ അതിലേക്ക് 2 കറിവേപ്പിൻ്റെ ഇടുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് കറിയിൽ കാണുമ്പോഴേ നല്ല രസം ഉണ്ടാവും. അപ്പോ ഇരുമ്പാമ്പുളി അയില കൂടിയിട്ടുള്ള ഒരു കറി അത് തയ്യാറായിട്ടോ. ഇനി ഉണ്ടാക്കുന്നത് ചേനത്തണ്ട് കൊണ്ട് ഉപ്പേരി. അപ്പൊ ഇതിന്റെ കുറച്ച് ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ തോലൊന്ന് കളയണേ, അല്ലെങ്കിൽ നമ്മൾ അത് ഉപ്പേരി ഉണ്ടാക്കിയ കടിക്കും. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇന്നലത്തെ വീഡിയോയില് ഒരാൾ എഴുതി ചോദിച്ചിരുന്നു ഈ മാങ്ങാക്കറി പെട്ടെന്ന് ചീത്തയാവണമെന്ന് കേട്ടോ. അപ്പൊ മാങ്ങാക്കറി എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറിയതാക്കി നുറുക്കിയ മാങ്ങാക്കറി വെച്ചാൽ നമ്മളവിടെ അധിക ദിവസം ഇരിക്കില്ല. പക്ഷെ അത് ഞങ്ങള് ബാംഗ്ലൂർ പോയി ഉണ്ടാക്കിയപ്പോ അത് ഒരു കുഴപ്പമില്ല അല്ലെ, കൊറേ ദിവസം ഇരുന്നില്ലേ. അത് ഇവിടെ ചൂടാണ്, അതുകൊണ്ടാവാം ഒരു കാരണം. ഇവിടെ മാക്സിമം 2 ദിവസം ഇരിക്കുള്ളൂ അല്ലെ. അപ്പോഴേക്കും അതിലിങ്ങനെ പതമാതിരി വരാൻ തുടങ്ങും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണം. അല്ല മറ്റേ മാതിരി നമ്മള് ഒന്നാകെ ഉണ്ടാക്കുന്ന മാങ്ങാക്കറി വെച്ചാൽ അതിന് നമുക്ക് മുളക് നന്നായി കഴുകി, പ്രത്യേകിച്ച് അത് കാശ്മീരി മുളകാണ് കേട്ടോ ഏറ്റവും നല്ല, അപ്പോഴാണ് ഒരു കളറൊക്കെ കിട്ടുള്ളൂ. കാശ്മീരി മുളക് നന്നായി കഴുകി വെയിലത്തിട്ട് അതിന്റെ കുരു കളഞ്ഞിട്ട് വേണം പൊടിപ്പിക്കാൻ. അപ്പൊ പൊടിക്കുമ്പോഴും അതിന് വ്യത്യാസമുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കിയാലാണത്. ഞെട്ടി പാടില്ല, കുരു പാടില്ല. പിന്നെ നമ്മൾ മില്ലിൽ നിന്നാണ് പൊടിപ്പിക്കുന്ന വെച്ചാല് അത് ഈ മുളക് പൊടിച്ച ആ ഇതിൽ തന്നെ പൊടിക്കണം. ചിലപ്പോ അതില് വേറെ എന്തെങ്കിലുമൊക്കെ പൊടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ മിക്സ് നമുക്ക് ഇതിൽ കൂടും. അങ്ങനെയൊക്കെ ഞാനിത് കുറെ പ്രാവശ്യം ഇങ്ങനെ പരീക്ഷിച്ചിട്ട് ഇട്ടപ്പോ ഇതിപ്പോ ശരിയാവാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ഒറിജിനൽ മുളക് ശ്രദ്ധിക്കില്ല നമ്മള്. മുളക് പൊടിപ്പിക്കുന്നവരാണ് കേട്ടോ. അപ്പൊ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ നോക്കാണ്ട്. പിന്നെ എന്താ പറയാ, നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കാറ്. ഈ മുളകാണ് അതിന്റെ മെയിൻ റീസൺ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മറ്റത് മുളക് പലതും ഇങ്ങനെ കൂടി വരുമ്പോ അത് പെട്ടെന്ന് ചീത്തയാവും. അതിൽ മല്ലിപ്പൊടി കൂടും, ചിലപ്പോ അരിപ്പ് എന്താ പൊടിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അത് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാവാം അത് ഇങ്ങനെ ചീത്തയാവണം. പിന്നെ സാധാ മാങ്ങ കൊണ്ട് ഉണ്ടാക്കി എന്തായാലും അത് 2 ദിവസം തന്നെ ഇരിക്കുള്ളൂ പുറത്ത്. പിന്നെ നമ്മള് മാങ്ങാക്കറി അച്ചാറുകളില്ലേ, അത് ഒരു കുപ്പിയിൽ തന്നെ എടുക്കരുത്. നമുക്ക് ആവശ്യത്തിനുള്ളത് വേറൊരു പാത്രത്തിലാക്കി. എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം നമ്മള് അതിന് സ്പൂൺ ഇട്ടിട്ട് പിന്നെ എടുക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. അപ്പൊ നമുക്ക് വേണ്ടത് കുറച്ച് വേറെ കുപ്പിയിലാക്കി വെക്കുക. ബാക്കിയുള്ള അങ്ങനെ വെച്ചാലും നന്നാവും കേട്ടോ. അപ്പൊ ഇന്നലെ ഒരാളെ ചോദിച്ചപ്പോ അത് ഇത്രയൊന്നും എഴുതാൻ പറ്റില്ലല്ലോ, അപ്പൊ ഞാനത് പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതിന്റെ ഈ ഇല വളരെ തൂമ്പ ഇലയില്ലേ, അതുകൊണ്ട് ഇത് നമുക്ക് ചൊറിയൊന്നുമില്ല കേട്ടോ. ഇനി ഒരു സവാള ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട്, സവാളയും പച്ചമുളകും കൂടി അതാണ് വഴറ്റുന്നത്. ഇതിൽ 2 സ്പൂണ് എണ്ണ പറഞ്ഞിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി ഇടുകയാണ്. ഉള്ളി ഒന്ന് വഴന്നു. ഞാൻ കുറച്ച് ഉപ്പ്, മഞ്ഞള് വഴറ്റി നമുക്ക് ചേന ഇടാം. ഒന്ന് സിമ്മിലാക്കി വെക്കണേ. ഇപ്പൊ ചേനത്തണ്ട് ഉപ്പേരി റെഡി ആയിട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് നാളികേരം ഇടാം. നാളികേരം ഇട്ടാലും നല്ല സ്വാദാണ്. പക്ഷെ അങ്ങനെ മീൻ കൂട്ടാനും നാളികേരമായ കാരണം ഇതിൽ നാളികേരം ഇടുന്നില്ല. അപ്പൊ ഇത് ഓഫ് ചെയ്യട്ടെ. ഇനി ഞാൻ ഈ കരിമീനല്ല, ഇത് ശരിക്കും എന്താ പറയാ, പിലോപ്പിയോ
പിലോപ്പിയാണ് കേട്ടോ. ഇത് ഇവര് മീൻകാര് കരിമീൻ എന്ന് പറയുന്ന അർത്ഥം. പക്ഷെ ഇത് നല്ല ദശയുള്ള മീനാണ്. അപ്പൊ ഇതൊന്നും ഞാനൊരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. അപ്പോൾ ഇതാദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യട്ടെ. എണ്ണ വരുന്നുണ്ട്. ഇതിപ്പോ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ മാറ്റി വേറൊരു ചട്ടിയിലാണ്. ഇനി ഇത് വഴറ്റാൻ വേണ്ട സാധനങ്ങളാണ്. ഇത് ചെറിയ ഉള്ളി, ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതാക്കി നുറുക്കിയതാണിത്. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി. ഇതെല്ലാം കൂടി വഴറ്റാൻ പോവാണേ. ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ പറഞ്ഞു. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊന്ന് ആദ്യം ഒന്ന് വഴറ്റണം. ഇത് നമുക്ക് ഈ മത്സ്യം വറുത്ത ഇതിൽ തന്നെ ആക്കാം കേട്ടോ. പക്ഷെ ഞാനത് എന്താ വെച്ചാൽ അതിൽ ഇങ്ങനെ ആകെ പൊടികളാണ്. അപ്പൊ അതിനെയും പിന്നെ ഇതിലേക്ക് തന്നെ ആവില്ലേ. അപ്പൊ ഞാനത് വേറെ ഒന്ന് വഴറ്റിന്ന് മാത്രം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി ആകുമ്പോൾ കുറച്ച് സ്വാദ് കൂടും. മറ്റേത് നമ്മുടെ സവാള ആവുമ്പോൾ അതൊരു മധുരം മാതിരി തോന്നാറുണ്ട് എനിക്ക്, ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴേ. അപ്പൊ ഇത് ചെറിയ ഉള്ളി ആവുമ്പോൾ അത്ര അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ടേസ്റ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. അധികം വേണ്ട, ഈ ഉള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം. ഇതൊന്ന് നന്നായി വരണ്ട. നമുക്ക് തക്കാളി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം. തക്കാളി ഒന്ന് ജ്യൂസി ആവുന്ന വരെ തക്കാളി ഇടുന്നേ. പിന്നെ കരിവേപ്പിൻ്റെ ഇല ഇവിടെ ഇപ്പോൾ നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ മഴ പെയ്തപ്പോഴേ എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. ഒരു 10 മിനിറ്റ് അടച്ചിരിക്കട്ടെ. ഉള്ളിയൊക്കെ വാടി നന്നായി ഈ തക്കാളിയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വാങ്ങി വെക്കാണ്. ഇല ഒന്ന് വാട്ടിയെടുക്കണേ, ഒന്ന് പൊടിയുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഇനി ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറ്റുന്നുണ്ട് ഈ ഇലയിൽ. പിന്നെ ഇതിന്റെ മേലെയാണ് ഞാൻ ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഉള്ള ഇതിടുന്നത്. ഇത് നന്നായി പൊതിഞ്ഞ് ഇതൊന്നും കൂടി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഇത് ഇല നന്നായി വാടി വരുമ്പോൾ ഇതിന്റെ ഉള്ളില് ഈ മത്സ്യത്തിന്റെ ഉള്ളിലേക്ക് ഈ എന്താണ് ഉള്ളിയുടെ ജ്യൂസിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ഒന്ന് വെക്കട്ടെ. ഇതിലും നമുക്ക് നന്നായിട്ട് എണ്ണ പരത്തണം. കല്ല് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിത് ഇതിലേക്ക് വെക്കുകയാണ്. ഒന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇതിപ്പോ തിരിച്ചു മറിച്ചിട്ടിട്ട് ആയിട്ടത് ഇത് ഓഫ് ചെയ്യാണ്. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ചിന്റെ വിഭവങ്ങള്. അപ്പൊ ഇത് നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഇപ്പൊ ഇട്ടത് ഉണ്ടോ. നല്ല നന്നായിട്ടുണ്ട്. നല്ല ഈ ഉള്ളിയിലെ ഇതൊക്കെ ജ്യൂസൊക്കെ ഇതിൽ ഇറങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കായൽ മീനാണ്. അപ്പൊ കടൽ മീനിന്റെ ഒരു സ്വാദാവില്ല ഉണ്ടാവുക, ഒരു കായലിന്റെ ഒരു ചൊയാണ്. അപ്പൊ ഇത് നമ്മളെ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കല്ലുപ്പ് ഇട്ടിട്ട് വേണം ഉരച്ച് കഴുകാൻ. എന്നാലാണ് അതിന്റെ മണം കുറെ പോവുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള പുളി മാതിരിയല്ല, വാളംപുളിയോ മറ്റേ എന്താ പറയാ നമ്മളെ കൊടംപുളി ഒന്നും ഇട്ട് വെക്കുന്ന മാതിരിയല്ല. ഇതിന് വേറൊരു പുളിയാണ് കേട്ടോ, ഒരു സ്വാദുള്ള പുളി. അങ്ങനെ പുളി ഇങ്ങനെ കുത്തണ പുളി ഇല്ലേ, അതല്ല.
അപ്പൊ ഇതും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, കുറെ ആൾക്കാർ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതും ഇങ്ങനെ നമുക്ക് ചൊറിയൊന്നുമില്ല കേട്ടോ ഈ തളിരില എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യും കൂടി വേണേ. ഓക്കെ, ബൈ.